ഐഫർ ITIയിലെ 10 അധ്യാപക വിദ്യാർത്ഥികളാണ്. പഠനയാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചിതറാൽ വന്നിരിക്കുകയാണ്. കേരള തമിഴ്നാട് ബോർഡറിലാണ് ചിതറാൽ സ്ഥിതി ചെയ്യുന്നത്. തൃപ്പരപ്പിൽ നിന്ന് 12 കിലോമീറ്റർ അടുത്താണ് ചിതറാൽ സ്ഥിതി ചെയ്യുന്നത്. 2ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ജൈന ക്ഷേത്രമാണ് ഇവിടെ. നമുക്ക് ഇതിൻ്റെ മേലോട്ട് കയറിപ്പോയിട്ട് കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ 1/2 കിലോമീറ്റർ മുകളിൽ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മുകളിലേക്ക് കയറി വന്നിട്ടുള്ള ഒരു പാറയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ വളരെയധികം മനോഹരമാണ്. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോവാം. ഇതാണ് ജൈന ക്ഷേത്രം. ഇവിടെ പക്ഷെ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഒരു കല്ലിൽ കൊത്തിയെടുത്തൊരു അമ്പലമാണ്. കാണാൻ വളരെയധികം മനോഹരമാണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അകത്തൊരു നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ടൊന്നും കഴിയില്ല. അതിവിടെ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇതിൻ്റെ മുന്നിൽ പാറയും അതിന് ചുറ്റും ഒരു മനോഹരമായൊരു കുളമൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഐഫർ ITIയിലെ പ്രിൻസിപ്പൽ സാർ രാധാകൃഷ്ണൻ സാറാണ്. സാറ് അമ്പലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരവുമായിട്ടും സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇത് നേരത്തെ തിരുവിതാംകൂർ ഭാഗമായിരുന്നു. അപ്പോൾ അക്കാലത്ത് നേരത്തെ നമ്മളുള്ള ജൈന ബുദ്ധ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇവിടെ ചിതറാൽ മുനിയറയും ബാക്കിയൊക്കെ ഉണ്ട്. ജൈന സന്യാസിമാർ തപസ്സിരുന്നു. അത് പിൽക്കാലത്ത് ഹിന്ദു മിത്തോളജിയായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു ക്ഷേത്രമായിട്ട് മാറിയിട്ടുണ്ട്. സാധാരണമായിട്ട് ഇവിടെ ആരാധനയ്ക്കായിട്ട് ആരും വരാറില്ല. ഇതുപോലുള്ള തീർത്ഥാടകരും പിന്നെ അതിട്ട് നമ്മുടെ ഫീൽഡ് ട്രിപ്പിനൊക്കെ വരുന്നവരാണ് സാധാരണ വരുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും ഈ സ്ഥലം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വലിയൊരു പാറയിൽ വന്നിട്ട് ഞങ്ങൾ വിശ്രമിക്കാനിരിക്കുകയാണ്. വളരെ മനോഹരമായ വ്യൂ ആണ് ഇതിന് ചുറ്റായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണണം.
എന്തായാലും ഇവിടെ വരണം. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാം.